ഹായ് ഗുഡ് മോർണിംഗ്. നല്ലൊരു അടിപൊളി വാർത്തയാണ്. നമ്മുടെ രാഹുലിന്റെ നിരപരാധിത്യം ഉടൻ തന്നെ തെളിയും. ഓക്കെ, റിനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചിട്ട് റിനിക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, പിന്നീട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. റിനിക്ക് നേരെ കല്ലെറിയാൻ ശ്രമിക്കുന്ന, റിനിയെ ആട്ടിയോടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം വന്നിട്ടുണ്ട്. അതും ഞാൻ വെച്ചു തരാം. ഓക്കെ, വിഷയത്തിലേക്കൊക്കെ കടക്കാം. VD സതീശൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ വെച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് കാണണം. മഹിളാ മോർച്ച എന്തിന് VD സതീശൻ മെയ് 15 സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് നടപ്പിലാക്കാമെന്ന് പറഞ്ഞിട്ട് ജൂൺ 15 വരെ ആക്കിയെന്ന് പറഞ്ഞിട്ട് പുതിയ സമരത്തിന് ഒരുങ്ങുകയാണ് മഹിളാ മോർച്ച. അവർക്കുള്ള ചുട്ട മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. മഹിളാ മോർച്ചയുടെ വലിയൊരു വനിതാ നേതാവായ ഇവര് അശ്വിനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. വലിയൊരു കോമഡിയാണ്. എനിക്ക് ആ പറച്ചിൽ കേട്ടിട്ട് ചിരിയാണ് വന്നത്. നിങ്ങൾക്കും ചിരി വരും. എന്തായാലും അത് നിങ്ങളൊന്ന് കേൾക്കണം. രാഹുലിന്റെ വിഷയം ചർച്ച ചെയ്തിട്ട് അവസാനം ഞാൻ അത് വെച്ച് തരാം. ഓക്കെ, അതിനു മുമ്പ് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം റിനിയെ ആട്ടിയോടിക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യം ഒന്ന് കാണാം. ഓക്കെ, കളിയാക്കി കൊന്നിട്ട് ആട്ടിയോടിക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യം. അല്ല, ഇവൾ ആര്? ഇത് നടിയാ? ഏത് സിനിമയിൽ അഭിനയിച്ചത്? നീ ആരാണ് ശരിക്കും റിനിയെ? ഇവൾ അഭിനയിച്ച ഏതെങ്കിലും ഒരു പടം ഉണ്ടോ? ഇത് നിങ്ങൾ കേട്ടല്ലോ. കൂവി വിളിക്കുകയാണ്, കളിയാക്കുകയാണ്. ചിലർ കല്ലെറിയാൻ തയ്യാറാവുകയാണ്. പോലീസും ചില സന്നാഹവും ഉള്ളത് കൊണ്ട് മാത്രമാണ് റിനിക്ക് കല്ലെറിയാകുന്നത്. എല്ലാവരും വൃത്തികെട്ട രീതിയിൽ, ഞാനതൊക്കെ സൗണ്ട് ചെറുതാക്കിയിട്ടാണ് വെക്കുന്നത്. ആ കുട്ടികളൊക്കെ വീഡിയോ കാണുന്നത് കൊണ്ട് അത്രയും തെറിയാണ് റിനി കിട്ടുന്നത്. റിനിയോടൊരു കാര്യം പറയുകയാണ്. റിനിയെ, നീ ചിലപ്പോൾ പറയലുണ്ട്, അതായത് ഞാൻ അതിജീവിതയാണ്, എനിക്ക് നീതി കിട്ടണം, സമൂഹം എൻ്റെ ഒപ്പമാണ്. സോഷ്യൽ മീഡിയയിൽ ചിലർ, ഞങ്ങളെപ്പോലെയുള്ളവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെറുതെ എന്ന് നീ പറയുന്നില്ലേ റിനിയെ? ആ നീ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ്. റിനിയെ, ഇന്ന് എന്തിനാണ് നിനക്ക് നേരെ കല്ലെറിയാൻ ജനങ്ങൾ തീരുമാനിച്ചത്? റിനിയെ, നിന്നെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുന്നത് എന്തിനാണ് റിനിയെ? പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് ഇല്ലാതായത്. ഒരു കാര്യം പറയാം, രാഹുലിന്റെ കേസ് കോടതിയിലാണ്. രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ രാഹുൽ ശിക്ഷിക്കണം, അതിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാഹുല് ഇപ്പോ നിരപരാധിയാണെങ്കിൽ നമ്മുടെ രാഹുൽ വലിയൊരു മന്ത്രിയാവേണ്ട ആളായിരുന്നു. ഇതൊക്കെ ഇവറ്റകൾ കാരണമല്ലേ? രാഹുൽ നിരപരാധി എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അതിന്റെ കാരണം, കോടതിയെ നല്ല രീതിക്ക് ബഹുമാനിക്കുന്ന ഒരാളാണ്. കോടതി നമ്മുടെ രാഹുലിന് ജാമ്യം കൊടുത്തു. കുറ്റക്കാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാഹുലിന് കോടതി ജാമ്യം കൊടുത്തത്? ഗോവിന്ദചാമി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. ഗോവിന്ദചാമി ഇപ്പോഴും ജയിലിലാണ്. അതായത് കോടതിക്ക് ഉറപ്പാണ് ഗോവിന്ദചാമി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ നമ്മുടെ രാഹുലിനെതിരെ വന്നതൊക്കെ കള്ളക്കേസ് കോടതിക്ക് ബോധ്യമായത് കൊണ്ടല്ലേ ജാമ്യത്തിലുള്ളത്. ഓക്കെ, കോടതി തീരുമാനിക്കട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. റിനി, ഇത് ദൈവമാണ് നിനക്ക് തന്നത്. ഓക്കെ, നിനക്ക് ഇത് നീ അർഹിച്ചതാണ്. ഓക്കെ, റിനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേട്ടിട്ട് റിനിക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെല്ലാം ഒരു താങ്കൾ തിരികൊളുത്തി വിട്ട ഒരു വിവാദത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഭയങ്കര പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിലായിരുന്നു. അത് വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടായിരുന്നു? ഇല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോ ഈ ഒരു വേളയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു സത്യപ്രതിജ്ഞയൊക്കെ ആയി, അപ്പൊ അതിന്റെയൊക്കെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കും. റിനിയെ, ഒരു കാര്യം പറയാം. നീ രാഹുലിനെ കുടുക്കിയിട്ടില്ലെങ്കിൽ, നീ രാഹുലിനെതിരെ ഇല്ലാത്ത ചാർജ് ഉള്ളതാണെങ്കിൽ പ്രൂവ് ചെയ്യട്ടെ കോടതി. ഞാൻ പേഴ്സണലി ഇല്ലാത്തതെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്. നീ രാഹുലിനെതിരെ ഇല്ലാത്ത ചാറ്റ് കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തിന്റെ കരിയറാണ് റിനിയെ ഇല്ലാതായത്. അത് നീ മനസ്സിലാക്കണം. ദൈവമെന്ന മഹാശക്തി ഉണ്ടെങ്കിൽ നിനക്കതിനെ തിരിച്ചടി. റിനിയോടൊരു കാര്യം പറയുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ ദ്രോഹിച്ച സരിതയുടെ അവസ്ഥ എന്ത്? രോഗം കൊണ്ട് മല്ലടിക്കുകയാണ് സരിത. എത്ര മരുന്ന് കഴിച്ചിട്ടും ആ രോഗം മാറുന്നില്ല സരിതക്ക്. ആ അവസ്ഥ നിനക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് റിനിയെ. അഹങ്കാരം കാണിക്കുമ്പോ ചിന്തിക്കണം. അവസാനം കരഞ്ഞിട്ട് കാര്യമില്ല റിനിയെ. നീ ഒറ്റൊരുത്തി കാരണമാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് MLA അല്ലാത്തതും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നൊരു മന്ത്രിയാവാത്തതും. ആ കാര്യം റിനി ജസ്റ്റ് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും റിനിയെ. ഓക്കെ, റിനി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഭയങ്കര ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. കാരണം നമ്മള് ഏത് സമയത്ത് ഇതിങ്ങനെ വരുമോ, എപ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചിട്ട് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസങ്ങളായിരുന്നു. കാരണം അദ്ദേഹം CM ആകണം എന്ന് ഞാൻ അത്രയധികം
ആഗ്രഹിച്ചത്. കാരണം അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം 102 സീറ്റുകൾ നേടി. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു എല്ലാവരുടെയും കൂടി കഠിന പ്രയത്നം തന്നെയാണ്. പക്ഷെ അദ്ദേഹം അതിനകത്തൊരു നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. റിണിയെ ഒരു കാര്യം പറയാം, നീ ആ ഒരു ഫേക്ക് ചാൻസ് പുറത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ പൊന്നുമോളെ റിണിയെ 130 മുതൽ 125 സീറ്റ് വരെ കോൺഗ്രസ് നേടിയാണ്. രാഹുലും ഷാഫി പറമ്പിലും VD സതീശനും ഒരുമിച്ച് ഇറങ്ങിയാൽ എന്താവും അവസ്ഥ? ഞാൻ പറയാതെ തന്നെ നിനക്കറിയാൻ പറ്റുമല്ലോ ആ ജനപിന്തുണ. രാഹുലിനെതിരെ ഇത്ര കള്ളക്കേസ് വന്നിട്ടും രാഹുലിനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നല്ലത് കാരണമാണ്. നീ ഒറ്റൊരുത്തി കാരണമാണ് ഇന്ന് കോൺഗ്രസ് 102, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും 120 സീറ്റ് രാഹുൽ ഒരുമിച്ചുണ്ടായ 120 സീറ്റ് ഉറപ്പായിട്ട് നേടിയാനെ. എന്നിട്ട് ഇവൾ അളക്കുന്ന അളക്കൾ കണ്ടില്ലേ? ഓക്കെ, ഇവൾ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്റെ MLA ആയതുകൊണ്ടാണ്. അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആണ്. മാനസികമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ എന്റെ ഒരു പിതാവ് സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പോ എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നു, CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല സമയത്തും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടാണ്. അപ്പോ ഞാനൊരു പറവൂരിയായി എന്നുള്ള നിലയിൽ എന്റെ MLAക്ക് ഉണ്ടായ ഒരു വേദനയിൽ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു. എന്റെ MLA CM ആവുമ്പോൾ ഞാൻ അങ്ങനെ പാർട്ടിക്കാരി എന്നുള്ള രീതിയിലല്ല വന്നത്. എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നത്. എന്റെ MLA, അത് ഏത് MLA ആണ്? നീയൊക്കെ കാരണമല്ലേ റിണിയെ കോൺഗ്രസ് എന്ന പ്രസ്താവന എന്നേക്കുമായിട്ട് ഇല്ലാതാവണമെന്ന് നീയും ഷെഹനാസൊക്കെ ആലോചിച്ച് ഗൂഢാലോചന ചെയ്തത് കൊണ്ടല്ലേ? ഇപ്പോ നാണമില്ല ഇങ്ങനെ പറയാൻ? നിന്റെ MLA അല്ലേ ലോകത്തിന്റെ കേരളത്തിന്റെ മൊത്തത്തിന്റെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അളക്കാൻ നാണമില്ലേ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട്? നിന്നോടൊക്കെ ദൈവം ചോദിക്കുമെന്ന് ഇത് ഞാനല്ല പറയുന്നത് റിണിയെ, ഞങ്ങളെപ്പോലെയുള്ളവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. എത്രയോ അമ്മമാരാണ് നിനക്കൊക്കെ ശപിക്കുന്നത് റിണിയെ. ആ ഏതെങ്കിലും ഒരു അമ്മയുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചാൽ റിണിയെ നിന്റെ കാര്യം കട്ടപ്പോക്കാണ്. നിനക്ക് നാണമുണ്ടോ റിണിയെ? ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടോ റിണിയെ? നീയൊക്കെ മനുഷ്യ സ്ത്രീയാണോ റിണിയെ? ഓക്കെ, നമുക്ക് അശ്വിനി, അതായത് മഹിളാ മോർച്ചയുടെ അശ്വിനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കേട്ടാൽ ചിരിച്ച് ചാവുന്നതാണ്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ KSRTC ബസ്സിലെ ഫ്രീ ടിക്കറ്റ് നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന്റെ എതിരായിട്ട് നിരവധി കമന്റുകൾ ഞാൻ വായിച്ചു. അതിൽ നമുക്ക് സജഷൻസ് ഉണ്ടായിരുന്നു, അതേപോലെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. നമ്മൾ ഈ സമരം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. നമുക്കും അറിയാം, ഒരു മാനിഫെസ്റ്റോയിൽ കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി ആയ ശേഷം തന്നെ നടപ്പിലാക്കാൻ പറ്റും എന്ന സാമാന്യ ബോധ്യം മഹിളാ മോർച്ചക്കും അതേപോലെ BJPക്കും നന്നായി അറിയാം. ഞങ്ങൾ സമരം ചെയ്തത് കോൺഗ്രസിന്റെ വാക്കുകളെ എതിരാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ലീഡേഴ്സ് മെയ് 15 മുതൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞത്? അത്രക്ക് കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണോ കോൺഗ്രസിന്റെ ലീഡേഴ്സ്? ആദ്യമായിട്ട് നിങ്ങൾ അവരോട് നിങ്ങൾ ചോദ്യം ചോദിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് LDF സർക്കാർ ജനങ്ങളെ പറ്റിച്ച് ഇന്ന് അവരുടെ ഭരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി VD സതീശനും അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഞങ്ങൾ വിടുന്നില്ല. ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് 5 വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായത്. അതെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. ഈ 5 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ലെങ്കിൽ VD സതീശൻ അതേപോലെ VD സതീശന്റെ ടീം ഇനി 5 കൊല്ലം സ്വസ്ഥമായിട്ട് ഭരിക്കാൻ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ വിടാനൊന്നുമില്ല. ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP അതേപോലെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളത്. അതുക്കുള്ള എന്ത് വലിയ കോമഡി അല്ലേ അശ്വിനിയെ? ജനങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം പറയണം അശ്വിനിയെ. നിങ്ങളൊരു കാസർഗോഡുകാരിയാണ്, ഞാനും ഒരു കാസർഗോഡുകാരനാണ്. നിങ്ങളെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ചിരിയാണ് വരുന്നത് നിങ്ങൾ ഓർത്തിട്ട്. നിങ്ങൾക്ക് ബുദ്ധി എന്നല്ല, നിങ്ങളുടെ തലയിൽ ചാണകമാണ് അശ്വിനിയെ ഉള്ളത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്ന് അശ്വിനിയെ, ഇതൊക്കെ എന്ത്?
ഒരു സർക്കാർ അധികാരമേറ്റാൽ അശ്വിനിയെ അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. എന്തൊക്കെ കാര്യം, ഒരു 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ഇപ്പൊ തന്നെ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. അതിലും ചില സംഖ്യകൾ നാളെ തൊട്ട് എന്തുകൊണ്ട് തരുന്നില്ല, നാളെ തൊട്ട് എന്തുകൊണ്ട് തരുന്നില്ല എന്ന് രംഗത്ത് വന്നു കഴിഞ്ഞു. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ ഈ ഒറ്റകൾക്ക്? ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.